ഏറെ എടുക്കുന്നു. കാരണം അത് നബിയാണ്, ഇസ്മായിൽ നബിയാണ്, ഇബ്രാഹിം നബിയാണ്. അതിൽ ബറക്കത്തുണ്ട് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു റസൂൽ പഠിപ്പിച്ചു സംസം വെള്ളത്തിനെ പറ്റി, മാഉ സംസം ലിമാ ശുരിബ ലഹ്. സംസം വെള്ളം എന്തിനു വേണ്ടി കുടിച്ചുവോ അതിനുള്ളതാണ്. ഫഇൻഹാ തുആമു തുഅമിൻ വശിഫാഉ സുഖമിൻ. അത് ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണമാണ്, രോഗത്തിന് ശിഫയാണ്. അതേപോലെ ഖൈറു മാഇൻ അലാ വജ്ഹിൽ അർദി, ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളമാണ്. തർക്കമില്ല, അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്ന പോലെ സ്ഥിരപ്പെട്ടു പറഞ്ഞോളി, എത്ര എളുപ്പമുണ്ട്. സിദ്ദീഖ് അല്ലാഹുവിനെ കൊണ്ട് ബർക്കത്തെടുക്കാൻ ഇതാ ഇന്ന ഹദീസിലുണ്ട്, ഉമർ ഖത്താബിനെ ബർക്കത്തെടുക്കാൻ ഇന്ന ഹദീസിലുണ്ട്. നിങ്ങൾ പറഞ്ഞോളി, നമ്മൾ അംഗീകരിക്കാം. ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടാത്ത വല്ലതും ഉണ്ടോ? നമുക്ക് ഒരു പ്രശ്നമില്ല, അംഗീകരിക്കാം. അബൂബക്കർ സിദ്ദീഖ് എന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായി വരും, റസൂൽ സൂചിപ്പിച്ചതാണല്ലോ അത്. ആ സിദ്ദീഖുൽ അക്ബറിന്റെ ആ സാറെ കൊണ്ട് ബർക്കത്തെടുത്തോളൂ, അല്ലെങ്കിൽ ഉമർ ഖത്താബിനെ എടുത്തോളൂ, അല്ലെങ്കിൽ സ്വഹാബത്തെ കൊണ്ട് എടുത്തോളൂ എന്ന് റസൂൽ പറഞ്ഞതോ, നീ റസൂൽ പറഞ്ഞിട്ടില്ല സ്വഹാബിമാർ അങ്ങനെ ചെയ്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, നമ്മളും അംഗീകരിക്കാൻ തർക്കമില്ല. അങ്ങനെ സ്ഥിരപ്പെട്ട സ്വഹിയായ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു മാറ്റും. മഹാന്മാരുടേത് സ്വാലിഹീങ്ങൾ എടുക്കാം നമ്മൾ പറയും. പക്ഷെ അങ്ങനെ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മുൻകാല പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് തെളിവില്ല. അതല്ല, ഏതെങ്കിലും സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ അല്ലാത്ത ശേഷമുള്ള സ്വഹാബിമാരിൽ നിന്നോ താബിഈകളിൽ നിന്നോ ഈ രൂപത്തിൽ ബറക്കത്തെടുത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്കെന്തിനാ വാശി? ഞങ്ങളൊക്കെ തുറന്ന് പറയും, ഞങ്ങൾക്ക് തെറ്റുപറ്റി ഇത്രയും അറിയില്ലായിരുന്നു, ഞങ്ങൾക്കത് മനസ്സിലായി, അതുകൊണ്ട് അതും പറ്റും എന്നങ്ങൾ പറയും. അതില്ലാത്ത കാലത്തോളം പറയാൻ കഴിയില്ല. മറ്റേ ഇബ്രാഹിം നബി നബിയാണ്. അത് ഇബ്രാഹിം നബിനെ മാത്രമല്ല, മറ്റു പല പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടും പല ശേഷത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി ബറക്കത്ത് എന്താ അത് നമ്മൾ മനസ്സിലാക്കണം. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ബറക്കത്തും ഒരേ തരത്തിലല്ല, പലതിനും ബറക്കത്തുണ്ട്. മഴ ബറക്കത്താണ്, ഹദീസിലുണ്ട്. മഴ ബറക്കത്താണ്. ഖുർആനും പറഞ്ഞു അൻസലനാ മിനസ് സമായി മാഅൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട വെള്ളം നാം ആകാശത്തിൽ ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് മഴവെള്ളം സംസം വെള്ളം പോലെയാണ് ആരും മനസ്സിലാക്കൂ ഇല്ലല്ലോ. ഖുർആനെ പറ്റി മുബാറക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബറക്കത്തുള്ളതാണ്. അങ്ങനെ ആടിനെ കുറിച്ച് പ്രവാചകൻ ഉമ്മുഹാനി എന്ന സ്വഹാബിയോട് പറഞ്ഞു, ഇത്തഖദി വനമാ ഫഇന്ന ഫിഹാ ബറക, നീ ആടിനെ വളർത്തിക്കോ, അതിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് എന്താ? അത് മറ്റൊരർത്ഥത്തിലാണ്. ആ ബറക്കത്ത് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. എന്തായാലും ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹ്. റസൂലുള്ളാഹിക്ക് ഇങ്ങോട്ട് ബറക്കത്ത് ചെയ്യാൻ കഴിയില്ല, ബറക്കത്ത് ചെയ്യുന്നവൻ അല്ലാഹ്. അതുകൊണ്ടാണ് തൊട്ട് മുമ്പത്തെ നമസ്കാരത്തിലും താങ്കളടക്കം തൊട്ട് മുമ്പ് നിസ്കരിച്ച നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ ബറക്കത്ത് ചെയ്യണേ, വഅലാ ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും ബറക്കത്ത് ചെയ്യണേ, കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ. അപ്പൊ ഇബ്രാഹിം നബിക്ക് ബറക്കത്തുണ്ട്, ഇസ്മായിൽ നബിക്ക് ബറക്കത്തുണ്ട്, ആ കുടുംബത്തിന് ബറക്കത്തുണ്ട്. അതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ. ആ ബറക്കത്ത് ചെയ്യേണ്ടവൻ ഇബ്രാഹിം നബി അല്ല. ഇബ്രാഹിം നബി നിങ്ങൾക്ക് ബറക്കത്തുണ്ടല്ലോ, അതുകൊണ്ട് ദേശം മുഹമ്മദ് നബിക്കും കൊടുക്കി എന്നല്ല. മുഹമ്മദ് നബിയെ എനിക്ക് ബറക്കത്ത് ചെയ്യണേ എന്നാണോ? അല്ല. അല്ലാഹുവേ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചൊരിയണേ. ആ മുഹമ്മദ് നബിക്ക് ബറക്കത്തുണ്ട്. മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് അല്ലാഹു നിശ്ചയിച്ച ചില ബറക്കത്തുകൾ ഉണ്ട്. അത് ഈ ബറക്കത്തല്ല, അത് ഈ ബറക്കത്തല്ല. അതിനെ ഞാൻ പറഞ്ഞത് മഴ, ആട് ഒക്കെ പറഞ്ഞ അതിനാ. അങ്ങനെ പലതിലും ബറക്കത്തുണ്ട്. പക്ഷേ ഒരു അസറിൽ നിന്ന് ബറക്കത്തെടുക്കാൻ, ശേഷിപ്പിൽ നിന്ന് ബറക്കത്തെടുക്കാൻ, മുടി, താടി, കുപ്പായം, ചെരുപ്പ്, വടി, മോതിരം തുടങ്ങിയ ശേഷിപ്പുകളിൽ നിന്ന് ബറക്കത്തെടുക്കാൻ നിശ്ചയിക്കപ്പെട്ട് നമുക്കുള്ളത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്നാണ്. സ്വഹാബത്ത് എടുത്തത് അങ്ങനെയാണ്. ശേഷമുള്ള സ്വഹാബിമാരിൽ ഒരാളിൽ നിന്നും സ്വഹാബിമാർ ആരും തന്നെ അല്ലെങ്കിൽ താബിഈകളോ ബർക്കത്തെടുത്തിട്ടില്ല. അത് എന്റെ വാചകമല്ല, ഇമാം ശാത്തബി കിതാബുൽ ഇത്സാമിൽ പറഞ്ഞതാണ്. ഫലം യസ്ബുത് من طريق صحيح صريح أن متبركا تبرك بهم على أحد تلك الوجوه. صريحا يا صحيحا يا വ്യക്തവും സ്വഹീഹായതുമായ ഒരൊറ്റ ത്വരീഖിലൂടെയും ഒരു സനദിലൂടെയും സ്ഥിരപ്പെട്ടിട്ടില്ല അന്ന മുതബർരികൻ തബറക ബിഹിം, ബർക്കത്തെടുക്കുന്ന ഒരാളും അവരെ കൊണ്ട് ബർക്കത്തെടുത്തുവെന്ന് അലാ അഹദി തിൽക്കൽ വുജൂഹി, ആ ഏതെങ്കിലും ഒരു വഴികളിൽ ഫഹുവ ഇദൻ ഇജ്മാഉ മിൻഹും അലാ തർക്കി തിൽക്കൽ അസ്യാ, അത്തരം
കാര്യങ്ങൾ ഒഴിവാക്കണം എന്നത് സ്വഹാബത്തിന്റെ ഇജ്മാ ആണ് എന്ന് ഇമാം ശാത്തിബി. ഇനി അതല്ലേ അത് പറയാം സ്വഹാബത്തിന് പങ്കെടുത്തിട്ടുണ്ടെന്നാണോ, ഖലീഫമാരെ ബർക്കത്ത് എടുത്തുന്നാണോ, സ്വഹിയായി വന്നിട്ടുണ്ട് എന്നാണോ അത് പറയാം, ഞങ്ങൾ അംഗീകരിക്കും, ഒരു പ്രശ്നമില്ല. ഇപ്പോ നേരത്തെ വെച്ച വീഡിയോ ക്ലിപ്പ് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? കാരണം ഞാൻ പറഞ്ഞത് മഹാന്മാരുടെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലിട്ടടിച്ച സ്ഥലത്തു നിന്നുണ്ടായ ബർക്കത്തിന്റെ വെള്ളം അത് ഉപയോഗിക്കൽ നല്ലതാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു മാ സംസമു ലിമാ ശുരിബല. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരുടെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റും. മരിച്ചുപോയ ഇസ്മായിൽ നബി അലൈഹി സ്വലാം തങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ കാലിട്ടടിച്ച ആ ബർക്കത്തിന്റെ വെള്ളം ഇന്നും ഉപയോഗിക്കുന്നു. ഞാൻ ചോദിച്ചതും മഹാന്മാരുടെ എന്നാണ്, സ്വഹാബിയുടേതെന്നോ അതല്ലെങ്കിൽ അതിനുശേഷം താബി എന്നോ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ വീഡിയോ പരിശോധിക്കാം, തയ്യാറുണ്ടെങ്കിൽ പറയൂ പ്ലീസ്. നമ്മുടെ മഹാന്മാരിൽ പ്രമുഖന്മാർ സ്വഹാബിമാരും താബിഈങ്ങളുമാണ്. അതുകൊണ്ട് ഉത്തരം പറഞ്ഞപ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞു പ്രവാചകന്റേത് പറ്റും. ആ വീഡിയോ അതുകൊണ്ടല്ലോ നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞ വാക്കെന്താ? പ്രവാചകരുടേത് പറ്റും, പ്രവാചകന്റേത് പറ്റും. മുഹമ്മദ് നബി, ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി ഒക്കെ പ്രവാചകന്മാരാണ്. ഇത് പറ്റും, സംശയമില്ല. അത് എന്തുകൊണ്ട്? റസൂൽ പഠിപ്പിക്കുകയും ചെയ്തു, റസൂൽ പഠിപ്പിക്കുകയും ചെയ്തു. ആ പഠിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് അറിവ് കിട്ടിയതും. ഈ വായിച്ചപ്പോൾ മാവു സംസമു എന്ന് വായിച്ചു, അങ്ങനെയല്ല, മാവു സംസമ എന്നാണ്. സംസമു എന്ന് വായിക്കാൻ പാടില്ല, തെറ്റാണ്. അപ്പൊ ഏതായിരുന്നാലും അതാ ഞാൻ പറഞ്ഞത്, പ്രവാചകരുടേത് നമുക്ക് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടു, അത് നമുക്ക് ചെയ്യാം. എന്നാ ശേഷം ഈ ഉമ്മത്തിൽ നമുക്ക് ബർക്കത്തെടുക്കാൻ പറ്റിയ വല്ലവരുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനം ആയിരിക്കാം റസൂലുള്ളാഹിക്ക് ശേഷം പിന്നെ അബൂബക്കർ സിദ്ദീഖല്ലേ. അതിനേക്കാളും ഈമാൻ ആരും ഇല്ലല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹിന്റെ കാലശേഷം ഭരണം നടത്തി ഖലീഫയായി പ്രവാചകന്റെ ആ സ്ഥാനം ഏറ്റെടുത്തിട്ടും സ്വഹാബിമാർ ആരും അദ്ദേഹത്തിന്റെ അസറിൽ നിന്ന് ബർക്കത്തെടുത്തില്ല. ശേഷം ഉമർ ഖത്താബ് വന്നു, ഉസ്മാൻ അഫ്ഫാൻ വന്നു, അലി ഇബ്നു അബി ത്വാലിബ് വന്നു, മറ്റു സ്വഹാബിമാർ അവിടെയുണ്ട്. 100 കൊല്ലത്തോളം സ്വഹാബിമാർ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരു സ്വഹാബിയിൽ നിന്ന് മറ്റൊരു സ്വഹാബിയോ ഒരു താബിഇയോ ഈ രൂപത്തിൽ ശേഷിപ്പില്ലെന്ന് അസറിൽ നിന്ന് ബർക്കത്തെടുത്തുവെന്ന് സ്വഹീഹായി സ്വരീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ശാത്തിബി. അത് പറഞ്ഞാൽ എന്തിനാ ബേജാറാകുന്നത്? മറ്റു പറയേണ്ട കാര്യം തർക്കമുള്ള വിഷയമല്ലല്ലോ. അവിടെ അയിമങ്ങൾ സമയം കളണ്ട, ചോദ്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ വീഡിയോ ക്ലിപ്പ് പരിശോധിക്കാൻ തയ്യാറല്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ മഹാന്മാരുടേതായ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാദസ്പർശനമേറ്റ ഇബ്രാഹിം മഖാമിൽ വത്തഖദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. അവിടെ സുജൂദ് ചെയ്യുന്നതിന്റെ വിധി എന്ത്? എന്താ സുഹൃത്തെ ചോദ്യമൊക്കെ? നിങ്ങൾ ആയത്ത് ഞാൻ അപ്പുറം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹ് പറഞ്ഞ ആയത്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അല്ലാഹ് പറഞ്ഞ ആയത്ത് നിങ്ങളെ വത്തഖദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല ആയത്ത് വിശ്വസിച്ചാൽ മതി, കുഴപ്പമില്ലല്ലോ. നിങ്ങൾ വെറുതെ ചോദിപ്പാക്കാൻ വേണ്ടി ചോദിക്കല്, പഠിക്കാൻ വേണ്ടി ചോദിക്കല്, തിരിയാൻ വേണ്ടി ചോദ്യമുണ്ട്, തിരിക്കാൻ വേണ്ടി ചോദ്യമുണ്ട്. അപ്പൊ തിരിക്കാനുള്ള ചോദ്യം ആവശ്യമില്ല, തിരിയാനുള്ളത് ചോദിച്ചോളി, നമുക്ക് മറുപടി പറയാം. അതെ, ജനങ്ങൾക്ക് തിരിയണം എന്നൊരു ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. നമുക്കിപ്പോ 2 കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. മരിച്ച മഹാന്മാർക്ക് സഹായിക്കാൻ കഴിയും, അഥവാ മൂസാ നബി അലൈഹി സ്വലാം സഹായിച്ചു. രണ്ടാമത് മഹാന്മാരുടെ അസർ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു, എന്നോട് ചൂടാകുകയും ചെയ്തു. ഞാൻ അങ്ങനെ ചൂടാകുന്ന ബർക്കത്തെക്കാരനല്ല. അതുകൊണ്ട് തന്നെ സംസം കൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാം കാലിട്ടടിച്ച ആ സ്ഥലത്തു നിന്നുള്ള സംസം കൊണ്ട് ബർക്കത്തെടുക്കാം, അത് പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞു. അതെ, മഹാന്മാരുടെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കാം. അടുത്ത ചോദ്യം ഞാൻ ചൂടായത് എന്റെ വാചകം കോട്ടി മാറ്റിപ്പോഴാണ്. നിങ്ങൾക്ക് ചൂടാകാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് സത്യം ഇല്ലാത്തതുകൊണ്ടാണ്. സാധാരണ ഒരു വേണ്ടത്തരം ചെയ്തതിനെ പിടികൂടുമ്പോ വാൻ തടി നാത്തി നിൽക്കുകയുള്ളൂ, വാൻ ചൂടാവൂല. ഒരുത്തം വേണ്ടത്തരം ചെയ്തു, എല്ലാവരും കൂടി അവനെ പിടിച്ചു, അപ്പൊ ഓൻ സാധുവായി നിൽക്കും, മറ്റൊരൊക്കെ ചൂടാവും. ഓൻ പറയും നിങ്ങളൊക്കെ ചൂടായി, ഞാൻ ചൂടായിട്ടില്ല. അതെന്തുകൊണ്ടാ? ഓന്റെ മഹത്വം കൊണ്ടല്ല. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ വാചകങ്ങൾ ഇവിടെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചു. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്? നിങ്ങൾ ഈ പണി ചെയ്യരുതെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ ചൂടാൻ കഴിയില്ലല്ലോ, ചൂടാൻ കഴിയില്ല. കാരണം നിങ്ങളാണ് അവിടെ കുറ്റവാളി, നിങ്ങളാണ് കുറ്റകൃത്യം ചെയ്തത്, നിങ്ങൾ എന്റെ വാചകം ദുർവ്യാഖ്യാനിച്ചത്. എന്നിട്ടോ ഈ കോച്ചിലൊക്കെ പെട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ? ഇപ്പൊ പറഞ്ഞതാണല്ലോ. ഇതാ ഞാൻ ആത്മ ചോദിച്ചു, നിങ്ങൾ ബുദ്ധിക്കുന്ന കുഴപ്പമുണ്ടോ ചോദിച്ചത്.
ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് ഈ കേട്ട മനുഷ്യന്മാർക്ക് മുഴുവൻ കാര്യം നിങ്ങൾക്ക് തിരിഞ്ഞെന്താ ഇതൊക്കെ പറ്റുന്നു. അപ്പൊ ഈ കോലത്തിലെ തിരിച്ചില്ലെങ്കിൽ ഇത് ചോദിക്കേണ്ട കാര്യമില്ല. നേരെ പറഞ്ഞ് തിരിച്ചാണ് മനസ്സിലാവണമെങ്കിൽ ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവും. ഓർക്ക് മനസ്സിലാവണേ തിരിച്ചു വരേണ്ടി വരും. നേക്കുന്നേരെ ചിന്തിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. അപ്പൊ നേക്കുന്നേരെ പറഞ്ഞാൽ ഓർക്ക് തിരിച്ചേ മനസ്സിലാവുള്ളൂ. മഫ്ഹൂമ മുഖാലഫ് എന്ന് പറയും. പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുക. അതൊരു അസുഖമാണ്. അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ മെനക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എന്താണോ പറഞ്ഞ് നേരെ തിരിച്ച് മനസ്സിലാവുക. മരിച്ചുപോയ മനുഷ്യന്മാർ സഹായവുമായി ബന്ധപ്പെട്ട് വിശദമായി പറഞ്ഞു. അപ്പോഴും മൂപ്പക്ക് തിരിഞ്ഞ എന്താ ഒരു വന്നപ്പോ എന്താണോ മൂപ്പത്തുള്ളത് അതന്നെ. എന്താ മൂപ്പര് ചോദിക്കണേ? അതേപോലെ ബറക്കത്ത് വ്യക്തമായി പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ആ രീതി ഒഴിവാക്കി നിങ്ങൾ സംഗതി ചോദിക്കാണ്ട് ചോദിച്ചോളി. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആളെ തിരിക്കാൻ വേണ്ടി ചോദിക്കണ്ട, ആൾക്ക് തിരിയാൻ വേണ്ടി ചോദിച്ചു. നിങ്ങളുടെ ഉദ്ദേശം തിരിയാൻ വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞാലും അതും തിരിക്കാൻ വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾ എന്നോട് വീഡിയോ പരിശോധിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത് മഹാന്മാരെ സഹായിക്കും എന്നാണ്. ആ രൂപത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, മഹാന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹാന്മാർ ഉലുൽ അസ്മുകളാണ്. അതിനുശേഷമുള്ള അമ്പിയാക്കൾ. അടുത്ത വിഷയം, ഞാൻ ഇവിടുന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇവിടുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞാൽ അതിന്റെ വിധി എന്ത്? അത് സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. നബിയോട് നേരിട്ട് വിളിച്ചിട്ടാ പറയുന്നത്. അതെ, കൂലി കിട്ടുന്ന കാര്യമാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതും സുന്നത്താണ്. ഇനി എന്റെ ഒരു സംശയമാണ്, തൗഹീദ് എന്താണെന്നൊന്ന് ചെറുതായി വിശദീകരിക്കണ്ട, കൂടുതൽ വിശദീകരിക്കണ്ട. തൗഹീദ് ഒന്ന് വിശദീകരിക്കൂ, അതിനുശേഷം ശിർക്കും ഒന്ന് വിശദീകരിക്കുന്ന ആവശ്യമുണ്ടാവും. കാരണം നിങ്ങൾക്ക് നേരെ തിരിച്ചാ മനസ്സിലായി, എത്ര വിശദീകരിച്ചും തിരിഞ്ഞാ മനസ്സിലായത്. അപ്പൊ ഞാൻ അതിനും മറികടക്കണല്ലോ. ഞാൻ 5 മിനിറ്റോളം പറഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ തിരിഞ്ഞാ മനസ്സിലായി, ഉൾട്ടാണ് തിരിഞ്ഞൊക്കെ. അപ്പൊ അതും മറികടക്കാൻ ചിലപ്പോൾ കുറച്ചുകൂടെ പറയേണ്ടി വരും. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചോളി, മറുപടി ഞാൻ പറഞ്ഞോളാം. അപ്പൊ അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും, സുന്നത്താണ്, നല്ല കാര്യമാണ്, പരമാവധി വർദ്ധിപ്പിച്ചോളി. അസ്സലാമു അലൈക അയ്യുഹൻ നബി ഇവിടുന്ന് നേരിട്ട് വിളിക്കണം, നിസ്കാരത്തിൽ വിളിക്കുന്നു. അങ്ങ് അകലെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അകലെ അപ്പൊ നിസ്കാരത്തിൽ നബിയെ നേരിട്ട് വിളിക്കാം. അപ്പൊ നേരിട്ട് വിളിച്ചാൽ ആ നബിയെ നേരിട്ട് വിളിക്കാം. പിന്നെ ആ നബിയോട് സഹായം ചോദിക്കുന്നതിന് എന്തത്ര പ്രശ്നം? അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ദീന ഖിയാസാക്ക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ദുൽഹിജ്ജ മാസം 1 കണ്ടു. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയായി. ദുൽഹിജ്ജ മാസം 1 മാസപ്പിറവി കണ്ടപ്പോ കണ്ട മനുഷ്യന്മാർ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ അയ്യില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ എന്ന പ്രാർത്ഥന. അതിന്റെ അവസാനം എന്താ? റബ്ബി വ റബ്ബുക്കല്ലാഹ്. ആരോടാ? ചന്ദ്രനോട്. റബ്ബി വ റബ്ബുക്കല്ലാഹ്. മാസത്തെ നോക്കി പറയേണ്ട പ്രാർത്ഥന എന്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹു ആകുന്നു. അപ്പൊ എന്നാ പിന്നെ ചന്ദ്രദേവ കാക്കണേ എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനാ നമ്മൾ ഇവിടെ മുസ്ലിം ആയി കൂടുന്നത്? ഈ ഹിന്ദുക്കളൊപ്പം പോയാൽ പോലെ നിങ്ങൾക്ക് തോന്നിയാൽ അത് ശരിയാണോ മുസ്ലിയാരെ? നമ്മളൊക്കെ ചൊല്ലേണ്ട ദുആയാണത്. മാസം കണ്ടാൽ പറയേണ്ട വാചകം, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? റബ്ബി വ റബ്ബുക്കല്ലാഹ്. എന്റെ റബ്ബും നിന്റെ റബ്ബും അല്ലാഹു ആണ്. അപ്പൊ ചന്ദ്രനോട് നേരിട്ട് നിന്റെ റബ്ബ് പറഞ്ഞത്. എന്നാ പിന്നെന്ത് ചെയ്യാ? ചന്ദ്രദേവ കാക്കണേ, സൂര്യദേവ കാക്കണേ എന്നൊക്കെ പറയാന്ന് അതിന് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഞാൻ വിചാരിച്ച അസുഖത്തിന് അപ്പുറത്താതെ. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. അത് അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് വിഷയത്തിനാലും ബാങ്ക് വിളിക്കുമ്പോൾ സാധാരണ സുന്നികളൊക്കെ പറഞ്ഞത് സുബഹിക്കനെ അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ ഈ സുഹൃത്തർക്ക് എന്താ പറഞ്ഞത്? സ്വദഖത വ ബരിർത. ഇത് പറയാൻ ഹദീസിൽ പറഞ്ഞിട്ടില്ല, അത് വേറെ വിഷയം. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേട്ടാൽ നമ്മൾ പറയേണ്ടത് അസ്സലാത്തു ഖൈറും മിനൻ നൗം ഇത് തന്നെയാണ്. മറ്റു ഹദീസ് സ്വഹീഹായി വന്നിട്ടില്ല. ആയിക്കോട്ടെ, ഇനി ഭയമ കൂടണ്ട. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് പള്ളിക്കുന്ന മുല്ലാക്ക പറയുമ്പോൾ നിങ്ങൾ എന്താ പറയാ? സ്വദഖത വ ബരിർത. മുല്ലാക്ക നിങ്ങൾ പറഞ്ഞ സത്യമാകുന്നു, നിങ്ങൾ പുണ്യം ചെയ്തിരിക്കുന്നു. എന്നാ പിന്നെ മുല്ലാക്കാണ് തോൽക്കാലം. നമുക്ക് പള്ളിക്കല മൊല്ലാക്കാനോട് നമ്മളെ വീട്ടിൽ നിന്ന് പറയാ സ്വദഖത വ ബരിർത. നിങ്ങൾ സത്യം ചെയ്തു, നിങ്ങൾ പുണ്യവാനായി. അപ്പൊ എന്ത് ചെയ്യാ? മോളെ കെട്ടിക്കാൻ ബുദ്ധിമുട്ടാവാൻ മൊല്ലാക്ക എന്നെ കാക്കണേ എന്ന് പറയാൻ പറ്റും? ഇതിമത് അത് തെളിവാക്കാന്ന് ഒരുത്തം പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ വ്യാഖ്യാനിച്ച് കൊണ്ടുപോയതാണ് ദീന് പൊടിയാൻ കാര്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശദീകരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം വിശദീകരിക്കേണ്ട വിഷയം. ഈ രൂപത്തിൽ ഒന്നീമെന്ന് മറ്റേക്ക് ചാടി വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് കൊളുത്തി കൊണ്ടുപോയിട്ടാണ് ദീന് ഈ രൂപത്തിൽ വികലമാക്കിയത്.
ദീനിന്റെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹും റസൂലും എന്താ പഠിപ്പിച്ച് അവിടെ നിന്നോളണം. ഒരാൾ ചോദിക്കുക സുബഹി എത്ര? 2, ളുഹറോ 4. എന്നാ പിന്നെ സുബഹി 4 ആക്കി കൂടെ വെച്ചാലോ? ളുഹർ ഏതായാലും 4 അല്ലേ, സുബഹിക്ക് നല്ല സമയം, കൂടുതൽ തക്കവെട്ടുന്ന സമയമാണ്. ഏതായാലും ഉറക്കൊക്കെ ഒഴിവാക്കി അലാറം വെച്ച് എണീറ്റ് ഉദൂക്കെ ചെയ്ത് നമ്മൾ നിസ്കരിക്കല്ലേ, ഒരു 4 റക്അത്ത് നിസ്കരിക്കുക സുബഹി എന്നൊരുത്തം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറ്റില്ല എന്ന് പറയാം? ദീനിൽ അങ്ങനത്തെ ആ ഖിയാസില്ല. ഇബാദത്തിന്റെ വിഷയത്തില് ഒന്നിലേക്ക് മറ്റൊന്നെ തുല്യപ്പെടുത്താൻ പറ്റില്ല. എന്തു ചെയ്യാനാണോ അള്ളാഹും അവന്റെ റസൂലും പഠിപ്പിച്ചത് അതേ ചെയ്യാം, അല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഏത് വിഷയം ഏത് രൂപത്തിൽ ഇബാദത്ത് എടുക്കാൻ റസൂല് പറഞ്ഞു അങ്ങനെ ചെയ്യണം. നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നമ്മൾ പറയുന്നു. ഇനി ആ വിഷയത്തിൽ ഒന്നുകൂടെ ആലോചിച്ച് നോക്കാം. അള്ളാന്റെ റസൂല് നിസ്കരിച്ചപ്പോൾ എന്താ ചൊല്ലിയത്? അള്ളാന്റെ റസൂൽ നിസ്കരിച്ചപ്പോൾ അത്തഹിയ്യാത്ത് ഓതിയിട്ടുണ്ടല്ലോ. ആ അത്തഹിയ്യാത്ത് റസൂൽ എന്താ ചൊല്ലിയത്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. അതിനർത്ഥം ഞാൻ എന്താ? ഞാൻ നബിക്ക് വല്ല ബുദ്ധിമുട്ട് വന്നാൽ നബിയോടനെ തേടിയാൽ മതി, പുറത്തേക്കൊന്നും പോകേണ്ടതാണോ? വല്ല പ്രയാസം വരുമ്പോ റസൂലോടനെ ഇസ്തിഗാസ ചെയ്യാ. കാരണം എന്താ? നിങ്ങളല്ലേ നിസ്കരിച്ചപ്പോ പറഞ്ഞു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, പിന്നെ എന്തിനാ നിങ്ങൾ വെറുതെ വേറുള്ള വഴിക്ക് ആലോചിക്കുന്നത് എന്ന് സ്വഹാബികൾ ചിന്തിച്ചോ? അപ്പൊ ദീനിൽ അത്തരം താരതമ്യങ്ങൾ ഇല്ല. സ്വഹീഹായ പ്രമാണങ്ങളിൽ എന്താണോ സ്ഥിരപ്പെട്ടു വന്ന ഇബാദത്ത് അവിടെ തന്നെ നിൽക്കണം. കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റില്ല. കൂട്ടാനും പറ്റില്ല, കുറക്കാനും പറ്റില്ല. അങ്ങനെ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ദീനിൽ പുതിയ പുതിയ ഫിത്നകളും ഖുറാഫാത്തും അന്ധവിശ്വാസവും ബിദ്അത്തും എല്ലാം കടന്നു വരുന്നത്. അപ്പൊ അത് പറ്റില്ല. എന്നാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് നിസ്കാരത്തിൽ പറയൽ നിസ്കാരത്തിന്റെ ഭാഗമാണ്, പറയേണ്ടതാണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. സ്വലാത്ത് അവിടെ നിർബന്ധമായും ചൊല്ലേണ്ടതാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് വെച്ചിട്ട് എന്നാ പിന്നെ തേടിക്കൂടെ ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രനോടും തേടാന്ന് പറയേണ്ടി വരും. കാരണം എന്താ? റബ്ബി വറബ്ബുക്കല്ലാഹ്. മുല്ലാക്കാടും തേടാൻ പറയേണ്ടി വരും. കാരണം എന്താ? സദഖത വബജർത പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് പോവുകയാണെങ്കിൽ പിന്നെ തേടാൻ പറ്റാത്ത ഒന്നും നമ്മുടെ ലോകത്ത് ബാക്കി ഉണ്ടാവില്ല. സഹോദരന്മാരെ, നമുക്ക് നിയമപരമായി 10 മണി വരെയാണ് പെർമിഷൻ ഉള്ളത്. എന്നിട്ട് നമ്മൾ യാതൊരു ഇതില്ലാത്തതുകൊണ്ട് 11 മണിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം അവസാനത്തെ ചോദ്യങ്ങൾക്ക് ചോദിക്കാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഇതിന്റെ സമാപന പ്രസംഗം നമ്മുടെ ഈ നാട്ടിലെ അറബി കോളേജ് മമ്പൗലുലും അറബി കോളേജിലെ അധ്യാപകനായിരുന്ന സയ്യിദ് ദാരിമി അദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ചോദ്യത്തിന് അവസരം. സയ്യിദലി മുസ്ലിയാർ പിന്മാറി എന്ന് പറഞ്ഞു. പിന്മാറിയിട്ടൊന്നുമില്ല, സുഹൃത്തിന് തിരക്കുണ്ടാവുകൊണ്ട് ഒരവസരം കൊടുത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ സമയം കഴിയാൻ ഞാൻ ഇപ്പൊ ഇവിടെ സമർത്ഥിക്കാൻ പോവുകയാണ്. ഒരുപാട് ചോദ്യം നിങ്ങൾ തല്ലല്ലേ? നിങ്ങൾ തല്ലൂടല്ലേ? അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ തമ്മിൽ തല്ലൂടാൻ പ്രയാസല്ലേ? ആരെയും ഒരാൾ ചോദിക്കും. ഹാഫിളു ദഹബിയുടെ ശേഷം ഈ മൂപ്പര് റിപ്പോർട്ട് ചെയ്തതുണ്ട് എന്ന് പറഞ്ഞ ഹാഫിളു ദഹബിയുടെ ഒറിജിനൽ കിതാബ് വെച്ച് ചെങ്ങലേരിയിലെ മുജാഹിദീങ്ങൾ ചെങ്ങലേരിയിലെ സുന്നികളുമായി ഒരു സംവാദത്തിൽ തയ്യാറുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വ്യവസ്ഥ ചെയ്താൽ നിങ്ങൾ തയ്യാറാവണം. അതിനുശേഷം കാരണം മുജാഹിദീങ്ങൾ നിങ്ങളെ വക ചേർത്തി കൊടുത്താണ്. ഹാഫിളു ദഹബി റിപ്പോർട്ട് ചെയ്തതിൽ നിങ്ങളെ വക ചേർത്തി കൊടുത്തതാണ്. അതിന്റെ ശേഷം ഹാഫിളു ദഹബി റിപ്പോർട്ട് ചെയ്ത ഒറിജിനൽ ഇല്ല, അതിന്റെ യഥാർത്ഥ കിതാബുമായി കൊണ്ട് ആ സീറയുമായി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് വ്യവസ്ഥ നിങ്ങൾ തയ്യാറാവണമെന്നാണ് ഈ അവസാനം ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. സാധാരണ കെടാൻ നേരത്തെ ആളിക്കത്തലുണ്ട്. ഏത് തീയും കെടാൻ സമയത്ത് ആളിക്കത്തും. ആ കത്തലാണ് സയ്യിദ് മുസ്ലിയാരെ ഇത്. ഏതായാലും നിങ്ങളെ സമ്മതിച്ചു. നിങ്ങൾ ഒരവസരം മറ്റേ കൊടുത്തു പറഞ്ഞപ്പോ എത്ര മണിക്കൂറായി? മൂപ്പൈ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാ എണീറ്റ് പോകാനും വയ്യ, അവിടെ ഇരിക്കാനും വയ്യ എന്ന് ഒരു ചാൻസ് മറ്റാക്കി കൊടുത്തതാണ്. ഒരു ചാൻസാണ് കൊടുത്തത്. ഒരു വ്യവസ്ഥ സംവാദം ഒന്നും വേണ്ട. സീറോ അലാമിന് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഷാഫി സ്വലാമിന്റെ അടുത്ത് ചെല്ലി നാളെ, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഷാഫി അങ്ങോട്ട് വരും പറഞ്ഞാൽ മതി. നിങ്ങളെ വീട്ടിൽ ഷാഫി സ്വലാം അങ്ങോട്ട് വരും. സീറോ അലാമിന്റെ നിങ്ങളടുത്തില്ലേ ഷാഫി കൊണ്ടുവരും. നിങ്ങളടുത്തുണ്ടോ? നിങ്ങളെ കയ്യിൽ നിങ്ങൾ കൊണ്ടുവരുന്ന കിതാബ് കാണിച്ചു തരാം. നിങ്ങൾ കൊണ്ടുവരുന്ന സീറോ അലാമിന്റെ കിതാബിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കടത്തി കൂട്ടിയാലണ്ട. നിങ്ങൾ പറഞ്ഞ കേൾക്കട്ടെ. അയാൾ ആളി കത്തിയിട്ട് വെള്ളം പാരില്ല ഇപ്പൊ തന്നെ. അതായത് സയ്യിദ് മുസ്ലിയാർ ഇപ്പൊ പറഞ്ഞ എന്താ? അവസാനത്തെ നിമിഷത്തില് ആളില്ലാ പോസ്റ്റിലേക്ക് ഗോളടിച്ചത് എന്താ? സീറോ അലാമിന്റെ ബലിൽ പിന്നുണ്ട് എന്ന വാചകം നിങ്ങളെ കൂട്ടിയതാണ്. പഴയ കിതാബിലില്ല. പഴയ കിതാബ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ആ കിതാബിൽ ഞങ്ങൾ കാണിച്ചു തരാം.
പഴയ കിതാബ് നിങ്ങളുടെ ദർശനമുണ്ടെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് ഒന്നുകിൽ ഷാഫിന്റെ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ഷാഫിയെ വിളിച്ചാൽ ഷാഫി നിങ്ങളെ വീട്ടിലേക്ക് വരും. ഇനി അതുമല്ലെങ്കിൽ ഈ അങ്ങാടിയിൽ പരസ്യമായി ഇത് നമുക്ക് അങ്ങാടിക്ക് സമയം വെച്ചോളി, ആ സമയത്ത് കിതാബും കൊണ്ട് നിങ്ങൾ വരി. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് രണ്ടാക്കും ഒപ്പം നിട്ട് വായിക്കാം. ഈ കിതാബ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? പഴയ കിതാബ് തന്നോളി. പഴയ കിതാബ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടോ? 10 മിനിറ്റ് കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ? കാത്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സീറോ അലാമിന് ഇവിടെ കൊണ്ടുവരാൻ കഴിയോ? ഇവിടെ കൊണ്ടുവന്നോളി. ഇവിടെ വെയിറ്റ് ചെയ്യാം. മൈക്ക് ഓഫ് ആയാലും കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ ഇരിക്കാൻ തയ്യാറാണ്, ഞാൻ ഇവിടെ വിരുന്നാക്കാൻ തയ്യാറാണ്. നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. സീറോ അലാമിൻ നുബലയുടെ ഒറിജിനൽ പതിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് ഇന്നിപ്പോ എത്ര സമയം കൊണ്ട് കൊണ്ടുവരാൻ പറ്റുമോ അറിയിച്ചാൽ ആ സമയം വെയിറ്റ് ചെയ്യാം. നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. ഇല്ലേ നിങ്ങൾ നമ്പർ കൊടുത്താൽ ഷാഫി നിങ്ങളെ വിളിക്കും. നിങ്ങളെ വീട്ടിൽ ഷാഫി വരും. നിങ്ങളെ പള്ളിക്ക് വേണ്ടി അങ്ങോട്ട് വരാം, ഏത് നിങ്ങൾ ഇമാമിന്റെ പള്ളിക്ക്, അല്ലെങ്കിൽ ഷാഫിന്റെ വീട്ടിൽ ഇങ്ങോട്ട് വരാം. എവിടെയായാലും കുഴപ്പമില്ല, നിങ്ങൾ കാണിക്കണം. നേരത്തെ 2 പൊള്ളു പറഞ്ഞേക്ക്, 3ാമത്തെ പൊള്ളു കൂടി പായി. 2 പൊള്ളു നേരത്തെ പറഞ്ഞു. ഒന്ന് ഇമാം ദഹബി അനുവദനീയമാണെന്ന് പറഞ്ഞു, അത് കളവാണ്. കൊണ്ടുവരുമ്പോ അതും കൂടി കാണിക്കണം. രണ്ടാമത് ഉദ്ധരിച്ച ഹദീസ് നിങ്ങൾ പറഞ്ഞു, അത് കളവാണ്, അതും കൂട്ടത്തിൽ കൊണ്ടുവരണം. മൂന്നാമത് അതിൽ അവസാനം ആ ഹദീസിനെ പറ്റി അതില് പിന്നെ ഹദീസിന്റെ പരമ്പര ശരിയല്ല, പോരായ്മയുണ്ട് എന്ന സൂചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അത് പിന്നെ കടത്തിക്കൂട്ടിയതാണ്, അതും കളവാണ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന സീറോ അലാമിൻ നുബല ഏത് കോപ്പിയാണോ ആ കോപ്പിയിൽ ഇൻഷാ അല്ലാഹ് കാണിക്കാൻ ഇവിടുത്തെ മുജാഹിദീങ്ങൾ എല്ലാവരും തയ്യാറാണ് എന്നറിയിക്കുന്നു. നിങ്ങൾ നമ്പർ കൈമാറിയാൽ മതി, സമയം പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച സ്ഥലത്ത് കിതാബുമായി വരും. ഇപ്പൊ വ്യവസ്ഥ എഴുതേണ്ട ആവശ്യമില്ല, വ്യവസ്ഥ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇത്രയും ആളുകൾ സാക്ഷിയാക്കിയാ പറഞ്ഞത്. കിതാബുമായി നിങ്ങൾ എപ്പോഴേ വരെ അറിയിച്ചാൽ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് വ്യവസ്ഥ തന്നെ വ്യവസ്ഥ ഇതന്നെ വ്യവസ്ഥ. നിങ്ങളെ വീട്ടിൽ അങ്ങോട്ട് വരാം, നിങ്ങളെ ഇങ്ങോട്ട് വരാം, കിതാബ് നിങ്ങൾ കൊണ്ടുവരാം. ആ പണി നോട്ടെ മുസ്ലിം, ആ വക കോപ്രായി ഒന്നും വേണ്ട, അത് നിർത്തിക്കാളി. നിങ്ങളെത്തി കിതാബ് നിങ്ങൾ 3 പൊള്ളു പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം ഒച്ചപ്പാണ്ടാക്കാൻ നോക്കുക, ആ പണി നിർത്തിക്കാളി, അത് നടക്കൂല. അതുകൊണ്ട് കിതാബിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് മൂന്നാമത്തെ കളവാണ്. അതുകൊണ്ട് കിതാബുമായി നിങ്ങൾ എപ്പോൾ വരുമോ അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് പറയാൻ തയ്യാറാണ്. ഒന്നുമില്ലേ, നിങ്ങൾ കോപ്പി തൊട്ടിച്ചോളി. ഇവിടെ ഒറിജിനൽ കിതാബിനെ കോപ്പി തൊട്ടിച്ചോളി, എല്ലാവർക്കും കാണാലോ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. ബഹുമാനികളെ, വ്യക്തമായും ക്ലിപ്തമായും കൃത്യമായും ഇവിടുത്തെ മുഖാമുഖം ഏത് വിവരദോഷിക്കും തിരിയുന്ന രീതിയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ നിന്ന് നാം സത്യം ഉൾക്കൊണ്ട് തുടർന്നും കാര്യങ്ങൾ ഗ്രഹിക്കാനും അന്വേഷിക്കാനും തയ്യാറാവണമെന്നാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. മുജാഹിദുകൾ ബർക്കത്തിനെ നിഷേധിക്കുന്നവരോ അതേ ക്രമത്തിൽ തന്നെ മഹാന്മാരായ പ്രവാചകന്മാരുടെ അവരിൽ നിന്ന് വന്ന കാര്യങ്ങളെ തള്ളിപ്പറയുന്നവരല്ല, ഖുർആനിനെയും സുന്നത്തിനെയും കൃത്യമായും വ്യക്തമായും പ്രബോധനം ചെയ്യുന്നവരാണ്. എന്നാൽ മൗലിദുകളെ എതിർക്കുന്നതും അതേ ക്രമത്തിൽ തന്നെ അവരിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകൾ വ്യക്തമല്ലാത്ത രീതിയിൽ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോഴാണ് നമുക്കറിയാം മൗലിദുകളിൽ നാം സ്വീകരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ചരിത്രം ലോകത്തെമ്പാടും എല്ലാ കാലങ്ങളിലും ഉണർത്തപ്പെടണമെന്ന പറയുന്ന കക്ഷികളാണ് മുജാഹിദുകൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലില്ലാത്ത നിർമ്മിതമായ വ്യാജമായ അവിടുന്ന് പഠിപ്പിച്ചതിന്റെ വിരുദ്ധമായി വന്ന മൗലിദുകൾ അതേ ക്രമത്തിലുള്ള കാര്യങ്ങളാണ് നാം എതിർക്കുന്നത്. നമുക്കറിയാം പണ്ഡിതന്മാരെ സ്റ്റേജിലേക്ക് ഉപയോഗിക്കുന്ന ബുർദയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായി എത്രമാത്രം എതിരുകളുണ്ട്. നബി പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക വഫീ റിവായത്തിൻ ഫഖദ് കഫറ. അല്ലാഹു അല്ലാത്തവരെ പിടിച്ചൊരാൾ സത്യം ചെയ്താൽ അവൻ കാഫിറായി, അവൻ മുശ്രിക്കായി പ്രവാചകൻ പറയുകയാണ്. എന്നാൽ ബൂസീരി പറഞ്ഞതോ, അഖ്സംതു ബിൽ ഖമാരിൽ മുൻഷഖീൻ ലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ മബ്റൂറത്തുൽ ഖാസമി. അഖ്സംതു ബിൽ ഖമരിൽ മുൻഷഖി,
നബിക്ക് വേണ്ടി പിളർന്ന ചന്ദ്രനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഇന്നലഹു മിൻ ഖൽബിഹി നിസ്ബത്തുൻ മബ്റൂറത്തുൽ ഖസമി, സത്യം പാലിക്കാനുള്ള ഒരു ആഗ്രഹം, ഒരു താല്പര്യം ആ ചന്ദ്രന് അതിന്റെ ഹൃദയത്തിന്റെ ആഴിയിൽ നിന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കാണ് കുഫ്റാൻ എന്ന് പറഞ്ഞത് സത്യം ചെയ്തപ്പോഴാണ് ആ വരിയെ നാം തള്ളിക്കളയുന്നത് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാം മുസ്ലിം നവവി ഇമാം 1200ഓളം മുഅ്ജിസത്തുകൾ ഉള്ളതായി അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ ചെറുതോ വലുതോ ആയ ഒരു മുഅ്ജിസത്തിൽ മരണശേഷം സഹായിക്കുക എന്നത് എണ്ണിയിട്ടേയില്ല. എന്നാൽ ബൂസീരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തി പറഞ്ഞെടുത്ത് എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെങ്ങാനും ഒന്ന് ഉരുവിടുകയാണെങ്കിൽ, അള്ളാഹു കൃത്യമായ മുഅ്ജിസത്ത് പ്രവാചകന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദ് എന്ന നാമം കേട്ടാൽ ഒരെല്ലും ഖബറിൽ കിടക്കില്ല, എല്ലാം എണീറ്റ് നിൽക്കുമെന്നാണ് ബൂസേരി എണ്ണിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളാണ് നാം തള്ളി പറയുന്നത്. അല്ലാതെ മൂസാ നബി അലൈഹിസ്സലാം മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം സഹായിച്ചതോ, അതേ ക്രമത്തിൽ നമുക്കറിയാം മൂസാ നബിയുടെ മാത്രമല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ സന്ദർശിച്ചപ്പോൾ അവിടെ മുസ്ലിങ്ങളുടെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ട ധാരാളം കുട്ടികളെ കാണാൻ സാധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വസിയത്ത് ചെയ്തു, യാ മുഹമ്മദു, ഏ മുഹമ്മദേ, ഇഖ്റഅ ലി ഉമ്മതിക സലാം, നിന്റെ ഉമ്മത്തിനോട് സലാം പറയണം, നീ അവരോട് പറയണം, ബൈനൽ ജന്നത ഖിആലുൻ, ജന്ന സ്വർഗ്ഗഭൂമി അത് കാലിസ്ഥലമാണ്, അതിലുള്ള നടപ്പെടുന്ന ചെടികൾ തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്ലീലാണ്. അത് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി മൂലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇബ്രാഹിം നബി ഉണർത്തി കൊടുത്ത കാര്യം നാം വിശ്വസിക്കുന്നവരാണ്, പറയുന്നവരാണ്. ഇവിടെ നിർമ്മിച്ചുണ്ടാക്കി കള്ളത്തരങ്ങളായ വാദങ്ങൾ പലതും വാദിക്കുന്നത് ഏത് സ്ഥലങ്ങളും ഇത്തരത്തിൽ കലങ്ങിപ്പിരിയലല്ലാതെ കൃത്യമായും വ്യക്തമായും ചോദിക്കാനും പറയാനും, പറയുന്നത് കേട്ടു മനസ്സിലാകാത്ത രീതി അഭിനയിച്ച് പലതും നാം പല സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചെങ്ങലൂരിലെ വാസികളെ, നിങ്ങൾ സത്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പഠിക്കാൻ തയ്യാറാകണമെന്നും, ഇക്കാര്യത്തിൽ വാശിയോ വട്ടമോ നമുക്ക് ആവശ്യമില്ല. റബ്ബിന്റെ സ്വർഗത്തിലെത്തേണ്ട ആളുകളാണ് നാം. റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ, അവന്റെ സ്വർഗത്തിൽ നമുക്ക് ഇടം തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.